ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീതും കാവേരിയും കൂടി ബാങ്കിലേക്ക് വരികയാണ്. ബാങ്കിൽ വന്നിട്ട് അക്കൗണ്ടൻറ്റോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഞാനൊരു അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിങ്ങനെ വിളിച്ചില്ലേ എന്ന് പറയുമ്പോൾ അയാൾ മാനേജറുടെ അടുത്തേക്ക് ചെല്ലാന്ന് പറയുന്നത് ഇവരാണ് അയാൾ അക്കൗണ്ടിൻ്റെ ആൾക്കാരെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വിനീതിൻ്റെ ഫോൺ വന്നിട്ട് വാങ്ങിച്ച് നോക്കുകയാണ് കേട്ടോ. അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുള്ള മെസ്സേജ് അതിലുണ്ടെന്ന് വിനീത് പറയുമ്പോൾ അതിനുശേഷം വേറൊരു മെസ്സേജും കൂടെ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ മെസ്സേജ് എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ നിന്ന് പണം പോയിട്ടുള്ള മെസ്സേജ് ഇതിലുണ്ടല്ലോ, എന്താ വിനീതേട്ടാ ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ചിട്ട് കാവേരി അങ്ങോട്ട് സങ്കടപ്പെട്ടും ദേഷ്യത്തോട് കൂടിയിട്ടൊക്കെ ചോദിക്കണം. അപ്പോൾ വിനീതിനോട് ചോദിക്കുന്നത് നിങ്ങൾ ആർക്കെങ്കിലും അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ വിനീതിന് ഓർമ്മ വരികയാണ് കേട്ടോ, അക്കൗണ്ട് വെരിഫിക്കേഷൻ പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ വിനീത് പറയുന്നുണ്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ. വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അയാൾ അക്കൗണ്ട് വെരിഫിക്കേഷനാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ATM കാർഡിൻ്റെ പിൻ നമ്പറൊക്കെ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മാനേജർ ചോദിക്കുകയാണ് OTP പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതും പറഞ്ഞു കൊടുത്തു. അതും പറഞ്ഞു കൊടുത്തു. പിന്നെ എങ്ങനെയാണ് ശരിയാവുക? ഇപ്പോഴത്തെ തട്ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് നടക്കണമല്ലേ. TV-യിലും മൊബൈലിലും ഒക്കെ പരസ്യമുണ്ടല്ലോ. OTP ചോദിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞു കൊടുക്കരുതെന്ന്. നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നതെന്ന് വിനീതിനോട് ചോദിക്കുകയാണ്. വിനീത് അയ്യോ എനിക്കറിയില്ല സാർ, ബാങ്കിൽ നിന്നാണെന്നാണ് അവർ പറഞ്ഞതെന്ന് പറയട്ടോ. കാവേരി അവിടെ നിന്ന് പൊട്ടിക്കറിയാണ്ട് ദൈവമേ നിളമോളുടെ ഓപ്പറേഷത്തിനാണ് സാറേ, 12 വയസ്സുള്ള കുട്ടിയുടെ ഹാർട്ട് ഓപ്പറേഷത്തിനുള്ള പണമാണെന്നൊക്കെ പറയണം. പിന്നെ പണം കിട്ടൂലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയാനേ. ഈ സമയം യമുന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് പണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഉടനെ ചെയ്യാമെന്നാണ് ഗംഗേച്ചി പറഞ്ഞത്. പക്ഷേ കാവേരി ചേച്ചി എവിടെയോ പോയിരിക്കുകയാണ്, വിനീതേട്ടൻ കാശ് എടുക്കാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയും. ഈ സമയത്ത് ഗായത്രി അവിടേക്ക് വരികയാണ് കേട്ടോ, ശാരദാമ്മയെന്ന് വിളിച്ചിട്ട്. അപ്പോൾ രാധമ്മ പറയുന്നുണ്ട് ശാരദൊക്കെ ഹോസ്പിറ്റലിൽ പോയി, ഇന്ന് മോളോ അഡ്മിറ്റ് ചെയ്യില്ല. ഓ അതാണല്ലേ, ഞാൻ അവർക്ക് പോണതിന് മുമ്പ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എന്ന് പറയട്ടെ. ഞാൻ വേണമെങ്കിൽ ഫോണിൽ വിളിച്ചു തരാമെന്ന് രാധമ്മ പറയും. അതൊന്നും വേണ്ട, അച്ഛൻ പറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയട്ടെ. എന്താ അത് ഓപ്പറേഷത്തിന് പൈസയുടെ ചിലവ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാൻ മടിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ യമുനയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അന്നേരം യമുന പറയുന്നുണ്ട് അങ്ങനെ ഓപ്പറേഷത്തിന് അങ്ങനെ ഒരാളുടെ സഹായമൊന്നും ആവശ്യമില്ല, ഞങ്ങളിവിടെ ഈ നിളമോളുടെ ഓപ്പറേഷത്തിന് വേണ്ടി മാത്രമാണ് ഈ തിരുവനന്തപുരത്തേക്ക് വന്നത്. പുഷ്പവാടിയിൽ ഞങ്ങൾക്ക് വലിയ വീടുണ്ട്, അവിടുത്തെ വീട് റൂം കൂടുതലായിട്ട് ഞങ്ങൾ ഹോം സ്റ്റേ വരെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പൈസയുടെ ഒന്നും ആവശ്യമില്ല, അവളുടെ അച്ഛൻ അതിനുള്ള ആ പണമൊക്കെ ഞങ്ങളുടെ അച്ഛൻ പണമൊക്കെ സമ്പാദിച്ചിട്ടിട്ട് തന്നെയാണ് പോയതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഗായത്രി പറയും അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ കണ്ണപ്പം മേടിക്കാൻ വന്നതാണെന്ന് പറയും കേട്ടോ, പലഹാരം ഉണ്ടാക്കാനായിട്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്താ വിരുന്നുകാർ വല്ലവരും ഉണ്ടോ എന്ന് രാധമ്മ ചോദിക്കുമ്പോൾ ചെറിയൊരു വിരുന്നുകാർ ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ യമുന അകത്തേക്ക് പോയിട്ട് ആ കണ്ണാപ്പം എടുത്തിട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗായത്രിയുടെ കയ്യിൽ അത്ര ഇഷ്ടത്തോടു കൂടി അല്ലാണ്ട് അങ്ങനെ കൊടുക്കാൻ കേട്ടോ. ഞങ്ങൾ ഇത് വേഗം തന്നെ തിരിച്ചു തരാട്ടാന്ന് പറയും. അയ്യോ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ സാധനങ്ങളല്ലേ മോളെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എന്ന് പറയും. അയ്യോ അങ്ങനെയൊന്നുമല്ല, ഇവിടെയുള്ളതൊക്കെ നിങ്ങളത് തന്നെയാണെന്ന് കരുതിയാൽ മതിയെന്ന് അച്ഛൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. ഇന്ന് തന്നെ കൊണ്ടുവരാം, അത് മോളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് അവർ പോകും കേട്ടോ. ഗായത്രി പോയി കഴിയുമ്പോൾ യമുനയോട് രാധമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ആ കുട്ടീനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നല്ലാതെ ഒരുമാതിരി അവർ വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളതാണ് അവരൊരു ജാട പത്രാസ്. അവരച്ഛൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അവരച്ഛൻ്റെ കയ്യിലിരുന്നോട്ടെ, അവർക്ക് കൊള്ളാം. അല്ലാണ്ട് പിന്നെ നമ്മളോട് വന്നിങ്ങായിട്ട് ഓപ്പറേഷത്തിന് സഹായം വേണമെന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ്? അവർക്ക് വന്നപ്പോൾ കാണാൻ തുടങ്ങിയാണെന്നൊക്കെ പറഞ്ഞിട്ട് യമുന ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയും കേട്ടോ. അപ്പോൾ രാധമ്മ പറയാം എന്നാലും അതൊന്നും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പറയും കേട്ടോ. സാരമില്ല, തൽക്കാലം നമ്മൾ അങ്ങനെ പറഞ്ഞൊന്നും വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് യമുന അവിടെ നിന്ന് പോകും. പിന്നെ കാണിക്കുന്നത് നരേൻ്റെ വീട്ടിൽ സീമ സെർവൻറ്റ് പരിപ്പോടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഗായത്രിയുടെ കൈ കൊടുക്കാൻ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കാനൊക്കെ പറയുമ്പോൾ അപ്പോൾ നല്ല ചൂടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റാണെന്ന് പറയട്ടോ. അപ്പോഴേക്കും ശിവരാജൻ വരികയാണ് കേട്ടോ. ശിവരാജൻ കൊണ്ടിരിക്കുക എന്താ അത് ഇവിടെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നത് നോക്കിയാണിട്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് കേട്ടോ. വരുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ആ പരിപ്പോടെ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആരാണ് വരുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. നരേന് ഒരു ആലോചന വന്നിട്ടുണ്ട്, അവൻ്റെ ആ പെണ്ണും വീട്ടിൽ നിന്ന് പറയട്ടോ. അതിന് നരേൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ പെണ്ണും വീട്ടിൽ നിന്ന് ആൾക്കാരെ? അതല്ല, പെണ്ണ് ആലോചിച്ചിട്ടുള്ള വീട്ടിൽ നിന്ന് ചെക്കനും പെണ്ണും വരുന്നു. അപ്പോൾ ശിവരാജൻ പൊട്ടിച്ചിരിക്കണം. എന്താ ചിരിക്കണേ ശിവേട്ടൻ എന്ന് ചോദിക്കുകയാണെ. അല്ല സാധാരണ പെണ്ണ് കാണലാണല്ലോ, ഇതിപ്പോൾ ആണ് കാണലാണോ നടക്കാൻ പോകുന്നത്? അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വെറുതെ വന്ന് കണ്ടുപോകുന്നതിൽ എന്താണെന്ന് നോക്കിയാൽ എടി ഇനി വെറുതെ ആവശ്യമില്ലാതെ അവന് കല്യാണത്തിന് താല്പര്യം, പിന്നെ എന്തിനാണ് വെറുതെ നിർബന്ധിക്കുന്നത്?
നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മക്കളെ കല്യാണം നടത്തിക്കൂടെ? നമ്മുടെ മക്കളെ കല്യാണോ? അവർ നരേനേക്കാളും ചെറുതല്ലേ, അവർക്കിപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവരാജൻ പറയാണ്, നരേൻ എന്തായാലും അവർ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എന്തായാലും ഈ ആൾക്കാർ വന്നിട്ട് വെറുതെ അപമാനിക്കപ്പെടുന്നല്ലാണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർ കല്യാണം നടക്കണമെന്ന് വിചാരിക്കാൻ നോക്കുമെന്ന് പറയട്ടോ. പിന്നെ കാണിക്കുന്നത് കാവേരിയും വിനീതും ഇങ്ങനെ കടപ്പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. കാവേരി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വിനീത് വന്നിട്ട് പറയും, എനിക്കറിയില്ലായിരുന്നു കാവേരി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയട്ടോ. വിനീതേട്ടൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വിനീതേട്ടൻ 50 ലക്ഷമാണ് കൊണ്ട് കളഞ്ഞത്, ഈ കടലിൽ ഒലിച്ചു പോയ പോലെ ആയില്ലേ 50 ലക്ഷം രൂപ. എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അയാൾ 50 ലക്ഷം രൂപ ഞാൻ കയ്യിലാക്കിയെടുത്തത്. തല്ലു പിടിച്ചു, വഴക്കടിച്ചു, പ്രതികാരം ചെയ്യാൻ ഇറങ്ങി, പോലീസ് സ്റ്റേഷനിലേക്ക് കയറി, കേസ് കൊടുത്തു, വാദിച്ചു, അങ്ങനെ ഉണ്ടാക്കിയ കാശാണ്. ആ കാശ് 1 രൂപ പോലും നമുക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ വിനീതേട്ടാ, അങ്ങനെ കൊണ്ടുപോയി കളഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. വിനീതേട്ടനൊരു ബോധം ഇല്ലാണ്ടായോ? ഇങ്ങനെ OTP ഒക്കെ വന്നിട്ട് വിളിച്ച് അങ്ങനെ ആക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പറ്റിപ്പോയി കാവേരി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗംഗ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഗംഗ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം നശിച്ചു പോകും. എൻ്റെ ജീവിതത്തിലേക്ക് ഗംഗ വരണ്ടായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വരണ്ടായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം കാവേരി പറയും, ഇപ്പോഴും 50 ലക്ഷം പോയതിൻ്റെ കാര്യമല്ല വിനീതേട്ടൻ പറയുന്നത്, വിനീതേട്ടൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഗംഗേച്ചി അറിഞ്ഞാൽ എന്ത് പറ്റും എന്നൊക്കെ അല്ലേ വിനീതേട്ടൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ 50 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാക്കാൻ? എന്തിനാണ് എൻ്റെ അക്കൗണ്ടിൽ ആ പണം ഇട്ടത് കാവേരി? എന്തിനാണ് എൻ്റെ അക്കൗണ്ടിൽ ആ പണം മാറാൻ നിന്നത്? എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് വിനീത് ഇങ്ങനെ സ്വയം പഴിക്കുകയാണ് കേട്ടോ. കാവേരിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. വിനീത അങ്ങനെ വേഗം തന്നെ പോയിട്ട് ഒരു തൂണുമ്മൽ ചാരി നിന്നിട്ട് താലിട്ട് തൂണുമ്മലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കാവേരി ഓടി വന്നിട്ട്, വിനീതേട്ടാ എന്താ വിനീതേട്ടൻ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കിനി വയ്യ കാവേരി, എനിക്ക് ഗംഗയെ ഫേസ് ചെയ്യാൻ പറ്റൂല, ഗംഗ ഇനി എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിക്കുകയാണ് കേട്ടോ. നിങ്ങളൊരു ഓപ്പറേഷൻ എങ്ങനെ നടത്തും എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ഗംഗ കാവേരിയുടെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. ഇതേ ഗംഗേച്ചി വിളിക്കുന്നുണ്ട്, ഞാൻ എന്താ പറയേണ്ടത്? 50 ലക്ഷം രൂപ മുഴുവനും നഷ്ടപ്പെട്ടു എന്നോ അങ്ങനെ പറയണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് വിനീത് പറയും, ഞാൻ എന്ത് ചെയ്യാനാണ്, എനിക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റിപ്പോയില്ലേ കാവേരി എന്നൊക്കെ പറയാനായിട്ട്. ലാസ്റ്റ് കാവേരി പറയുന്നുണ്ട്, എന്തായാലും ഫോൺ എടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ, ഫോൺ എടുക്ക്, ഞാൻ പറഞ്ഞോളാം, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി ആ 50 ലക്ഷം രൂപ മുഴുവൻ ഞാൻ കൊണ്ടുപോയി തുലച്ചത് ഞാൻ അവളോട് പറഞ്ഞോളാം കാവേരി, എനിക്കിനി വേറെ വഴിയില്ല എന്ന് പറയട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്ന് അവരറിഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടമുണ്ടോ? നിളമോൾ ഓപ്പറേഷൻ നടക്കുമോ അതുകൊണ്ട്? ഇല്ലല്ലോ. കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമോ? ഇല്ല. പിന്നെ എന്ത് കാര്യം അവരോട് പറഞ്ഞിട്ട് നോക്കിയോ? പിന്നെ പറയാണ്ട് അവരറിയാണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? 50 ലക്ഷം രൂപ അല്ല, നമുക്ക് നീളമോളുടെ ഓപ്പറേഷത്തിനുള്ള പൈസയാണ് വേണ്ടത്, ലക്ഷങ്ങൾ വേണം. ആ ലക്ഷങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും? അതാണ് ആലോചിക്കുന്നത്. എൻ്റെ തല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 50 ലക്ഷം നീളമോളുടെ ഓപ്പറേഷത്തിനുള്ള ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാനായിട്ട്. അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വിനീതിനോട് കാവേരി പറയുകയാണേ. ഇതേ സമയം നരൻ്റെ പെണ്ണ് പറഞ്ഞ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവരിങ്ങനെ പലഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, ഇങ്ങോട്ട് ആദ്യം വരാൻ പറഞ്ഞതിൽ വിഷമമൊന്നും തോന്നരുത്, വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. അപ്പോൾ അവളിവിടെയാണല്ലോ താമസിക്കാൻ പോകുന്നത്, അപ്പോൾ വീടൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാ. എന്തായാലും ഞങ്ങൾക്ക് ചെക്കനെ കണ്ടാൽ മതി, ചെക്കന് പെണ്ണിനൊന്നും ഇഷ്ടപ്പെട്ടാൽ മതി, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നറിയാം. അവൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും നരയും വരികയാണ് കേട്ടോ. നരയും വരുന്നത് കാണുമ്പോൾ തന്നെ ഗായത്രി പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ വന്നിട്ട്, എന്താ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വന്നിട്ടുണ്ട്, നിന്നെ കാണണം എന്ന് പറയുന്നുണ്ട്. ആണോ, ബന്ധുക്കളാണോ നോക്കിയാണ് കേട്ടോ. അപ്പോൾ ഗായത്രി ഒന്നും മിണ്ടില്ല. കണ്ടോ, ബന്ധുക്കൾ തന്നെയാണ്, എനിക്ക് മനസ്സിലായി, അവർക്ക് അറിയേണ്ടത് എൻ്റെ കല്യാണം എന്നാണ് നടക്കേണ്ടതെന്നാണല്ലോ. ഞാനില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോഴേ നരനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ. നീ എങ്ങനെ പോകല്ലേ, ഇവിടെ നിൽക്ക്. അപ്പോൾ പിന്നെ ആരാ നോക്കിയാണ് കേട്ടോ. അപ്പോഴേക്ക് ശിവരാജന് ഓടി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നരൻ പറയുന്നുണ്ട്, എനിക്ക് ഇവരൊന്നും കാണണ്ട, എനിക്ക് ബന്ധുക്കളുടെ മുന്നിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, അവരുടെ ഒന്നും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമല്ലേ എന്ന് പറയട്ടോ. അപ്പം ശിവരാജൻ കൂടെ വന്നിട്ട്, ബന്ധുക്കളൊന്നുമല്ല, നിന്നെ പെണ്ണ് പറഞ്ഞ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും വന്നിരിക്കുകയാണെന്ന് പറയട്ടോ. പെണ്ണ് പറഞ്ഞ വീട്ടിൽ നിന്ന് നോക്കിയിട്ട് നരൻ.
അപ്പം ഗായത്രി ഒന്നും കൂടെ ശിവേട്ടാ അവൻ അറിഞ്ഞോട്ടെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ അവരെ കാണൂലേ, നിൻ്റെ മുത്തശ്ശനെ അവിടെ ഡൈനിങ് ഹാളിൽ അവർ ഇരുത്തിയിട്ടുണ്ട്, ഡ്രോയിങ് റൂമിലുണ്ട് അവർ, നിനക്ക് വേണ്ട സമ്മാനം അവിടെ ഉണ്ട് എന്ന് പറയട്ടോ. ഇളയമ്മ എന്താ ഇത് എന്ന് നോക്കിട്ടോ, എനിക്ക് വയ്യ അവരെ മുന്നിൽ ഒന്നിച്ച് നിൽക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതില്ല എനിക്ക് കല്യാണം വേണ്ട എന്നുള്ള കാര്യം, ഞാൻ പോകുകയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിനെയും വയസ്സായി വരികയാണ്, അവരെ മുന്നിൽ നീ മുത്തശ്ശിനെ നാണം കെടുത്തരുത്, നീ അവരൊന്ന് വന്ന് കാണ് എന്ന് പറയട്ടോ. അങ്ങനെ മനസ്സിലോടെ നരേനകത്തേക്ക് കയറി പോകട്ടോ. അപ്പോൾ ശിവരാജൻ പറയും, എടി അവൻ ബാച്ചിലറായി നിൽക്കുന്നതെന്ന് നിനക്ക് എന്താ, അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആഗ്രഹത്തെ മാനിക്കണം, അതാണ് വേണ്ടത്. ഓ അങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹത്തെ ഞാനും മാനിക്കുന്നു. പിന്നെ അവൻ കല്യാണം കഴിക്കാതിരുന്നാലേ ഈ കാണപ്പെട്ട സ്വത്തുക്കൾ മുഴുവനും ഒറ്റയ്ക്ക് അടിച്ചു മാറ്റാന്നുള്ള ചിന്തയുണ്ടെങ്കിലേ അതങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി, അതിന് വെച്ച വെള്ളേ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗായത്രി അകത്തേക്ക് പോകുന്നു കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. പ്രമോല് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് കാവേരി തിരികെ വരികയാണ്. തിരികെ വരുന്ന സമയത്ത് കാശ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കാവേരി എന്താ പൈസ അടയ്ക്കാത്തത്, പൈസ അടച്ചാലേ മരുന്നുകളൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി പറയാതെ പിന്നെ ചേച്ചി ബാങ്കിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് കഴിഞ്ഞില്ലേ, പൈസ എടുക്കാൻ കഴിഞ്ഞില്ല എന്നോ, ബാങ്കിൽ നിന്ന് എടുക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയട്ടോ. അതെന്താ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റാത്തത് എന്നിങ്ങനെ കാവേരിനോട് ഗംഗ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ശാരദയും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊന്നും സംഭവം കാര്യം മനസ്സിലാവുന്നില്ല, പക്ഷെ ഒന്നും തുറന്നു പറയുന്നില്ല. പിന്നെ കാണിക്കുന്നത് കാവേരി നരേൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നരേനാണെന്നുണ്ടെങ്കിൽ പെണ്ണ് കാണേണ്ടായ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് വണ്ടി ബേക്കിലേക്ക് എടുത്തു വരികയാണ്. കാവേരി നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിലും ബ്രേക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ. പെട്ടെന്ന് ബേക്ക് എടുത്ത് വന്ന് കാവേരിയുടെ മേത്ത് വണ്ടി ഇടിച്ചിട്ട് കാവേരി അങ്ങോട്ട് തെറിച്ച് വീഴാണ് കേട്ടോ. അങ്ങനെ വീഴുന്ന ഒരു ഭാഗം കൂടി പ്രമോയിലുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.